ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്ന് അത് FC ബാഴ്സലോണ തന്നെയാണ്. നമുക്കറിയാം, ഓരോ താരത്തെ സൈൻ ചെയ്യുമ്പോഴും അതിൻ്റേതായ സങ്കീർണതകൾ അവർക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഇപ്പോഴിതാ യുവേഫയുടെ ഒരു തിരിച്ചടി കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് യുവേഫയുടെ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റെഗുലേഷൻസ് ചില ക്ലബ്ബുകൾ ലംഘിച്ചതായിക്കൊണ്ട് യുവേഫ കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള ക്ലബ്ബുകൾക്ക് ഇപ്പോൾ യുവേഫ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ബാഴ്സലോണയുണ്ട്. അതായത് ബാഴ്സലോണക്ക് 15 മില്യൺ യൂറോയുടെ ഒരു പിഴയാണ് ഇപ്പോൾ യുവേഫ ചുമത്തിയിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. കൂടാതെ ചെൽസിയും അവിടെയുണ്ട്. ചെൽസി FFP റെഗുലേഷൻസ് ലംഘിച്ചിരുന്നു. 20 മില്യൺ യൂറോയാണ് അവർക്ക് ഫൈൻ ആയിക്കൊണ്ട് ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണിന് 12.5 മില്യൺ യൂറോ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലക്ക് 11 മില്യൺ യൂറോ, ഇറ്റാലിയൻ ക്ലബ്ബായ റോമക്ക് 3 മില്യൺ യൂറോ. ഇങ്ങനെയാണ് പിഴകൾ വരുന്നത്. ചെൽസിക്ക് 20 മില്യണും ബാഴ്സലോണക്ക് 15 മില്യണുമാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഇത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലാണ് ചെൽസി ഉള്ളത്. അതേസമയം FC ബാഴ്സലോണ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെയധികം സജീവമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.